ഗൈസ്, ഇതാണ് കട്ടപ്പന എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യം തന്നെ കട്ടപ്പനയിലോട്ട് കടന്നപ്പം നമുക്ക് ആ വീഡിയോ കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് കട്ടപ്പന അവസാനിക്കാൻ പോകും. അപ്പം ഇനി ഇപ്പുറത്തെ ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു വളമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവസാനിച്ചു കട്ടപ്പന എന്നാണ്. ശോഭായാത്രയിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് ഇവിടെ കട്ടപ്പന കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലോട്ട് പോയാൽ നമുക്ക് കട്ടപ്പനോട്ട് പോകാൻ കാണാം. ഗൈസ്, എന്നപ്പോൾ ഇത് കട്ടപ്പന ഇരട്ടയാർ റോഡാണിത്. അപ്പം ഈ വഴി ആണ് ഈട്ടുത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ ഒരു പാലം വരും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്ന പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ പാർട്ട് 2 ആണ്. പക്ഷേ ഇത് രണ്ടും ഒന്നിച്ചായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പാർട്ട് 2ഉം പാർട്ട് 1ഉം ആയിട്ട് നിങ്ങൾ കാണുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നത്തുകല്ലെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ഗ്രാമമാണ്. നമ്മുടെ ചക്കുവളം ഗ്രാമപഞ്ചായത്ത് പോലെ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഗ്രാമം, അതെ, ഗ്രാമം പോലെ കണ്ടു. ഓക്കെ, വ്യത്യസ്തമായൊരു സ്ഥലപ്പേരാണ് നത്തുകല്ല്. ഇവിടെ ഇപ്പം ഇരട്ടയാർ, ഇതിപ്പം ഇതൊരു ചെറിയൊരു സിറ്റി പോലെയൊക്കെയാണ്. അകത്തോട്ട് ചെറിയൊരു സിറ്റി. ഇടുക്കി വിഷൻ്റെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് നമ്മുടെ ഇരട്ടയാർ എന്ന് പറയുന്നത്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ചെറിയൊരു ഇരട്ടയാർ ഡാമാണിത്. കാണിക്കാം. ഡാം അവിടെ ഇത് വെള്ളം ഇവിടുന്നാണ് തടഞ്ഞു നിർത്തി ഇടുക്കി ഡാമിലേക്ക് അപ്പുറത്തോട്ട് കേട്ടോ. ഡാം ദാ അവിടെയാണ്, ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഡാം വെള്ളം എല്ലാം പറ്റി കിടക്കുകയാണ്. ഗൈസ്, ഇവിടുത്തെ റോഡെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റോഡായിരിക്കും. ഇതാ ഇവിടെയൊക്കെ കുറേ മനുഷ്യർ വന്നിട്ട് ഇവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ കുപ്പികളാണ് അതിൻ്റെയൊക്കെ നടുക്കൊക്കെ കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാ നമ്മുടെ ഡാം എത്തിപ്പോയി. ഇതല്ലേ അവിടെ ഒരാൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഇത് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങോട്ടും കുറച്ച് വെള്ളം അങ്ങോട്ടും പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പലചരക്ക് കടയുണ്ട്.
അതിൻ്റെ ഒരു ഭാഗം ഇതാ ഇവിടെയുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? ഇവിടെ ഫുള്ള് കാട് കയറി കിടക്കുക. ആ, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇതുകൊണ്ട് നല്ല ബെസ്റ്റ് റോഡാ. ഇതുകൊണ്ട് എന്ത് രസമാണ് കാണാൻ അല്ലേ. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഒറിജിനലായിട്ട് കാണുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ. ഇവിടെ ഇരട്ടയാർ ഡാം എന്നാണ് ഇവിടെ ഈ ഭാഗം അറിയപ്പെടുന്നത്. നമ്മുടെ ഇടുക്കി ഡാം വേറെ സ്ഥലത്താണ്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഇവിടെ. അവിടെയാണ് ഈ ഇരട്ടയാർ ഡാം എന്ന് പേര് വന്നത്. ഇതാ ഇവിടെയാണ് ഡാമിൻ്റെ ഷട്ടറുകൾ വരുന്നത്. കാണിക്കാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതുകൊണ്ട് ഇവിടുത്തെ റോഡൊക്കെ കാണാൻ ഒരു രസമാണ്. മനോഹരമായ ഡാം. അപ്പുറത്താണ് എൻ്റെ ഷട്ടർ വരുന്നത്. നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വെള്ളം ഇവിടെയാണ് കെട്ടിക്കിടക്കുന്നത്. ഇതുണ്ടോ? ഇതിന് ഇവിടുന്ന് ഒത്തിരി പേര് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതുണ്ടോ? ഇവിടെയാണ് അതിൻ്റെ ഷട്ടർ വരുന്നത്. ഒരുപാട് പ്രാവും കൂട്ടങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് എൻ്റെ ഷട്ടർ. ഗൈസ്, ഇവിടെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. കണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മൾ ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് തിരിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ അമ്മ വീടുള്ളത്. ഗൈസ്, അങ്ങനെ ഈട്ടിത്തോപ്പ് വിജയമാതാ ചർച്ച്. എൻ്റെ മമ്മിയുടെ ഇടവകപ്പള്ളിയായിരുന്നു ഇത്. ഇനി ഇവിടുന്ന് ഒരു വലിയൊരു മല കയറാൻ പോവുക. നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മലകയറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല. അത് വണ്ടിയും കൊണ്ട് കാണിക്കാം. ഇപ്പം നമ്മൾ കയറാൻ പോവാണ്. ഇതാ ഇങ്ങോട്ടൊരു ചെറിയൊരു കയറ്റമുണ്ട്. അതാണ് മല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഈ കുത്തനെയുള്ള കയറ്റമാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. കണ്ടോ? കറക്റ്റായിട്ടുള്ള ഗിയറിൽ കയറിയില്ലെങ്കിൽ വണ്ടി ഉറപ്പായിട്ടും ഓഫായി പോകും. ഇവിടുന്ന് താഴോട്ടൊരു ചെറിയൊരു നീർച്ചാലുണ്ട്. അങ്ങോട്ടൊരു വണ്ടി വീണിട്ടുള്ളതാണ്. ഇവിടുന്ന് താഴോട്ട് ആ പുറയിലോട്ട് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ആ പുറയിലോട്ട് ഒരു ചെറിയൊരു കൊക്ക പോലെയുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടൊരു ഒരു കാറ് അങ്ങോട്ട് കൺട്രോൾ കിട്ടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് വീണിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആക്സിഡൻ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ ഭാഗം ഇത് ഇവിടുന്ന് ഇടിഞ്ഞു പോകുന്ന കേട്ടോ. ഇത് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് തള്ളി നിൽക്കുമായിരുന്നു. അത് അവിടുന്ന് മഴക്കാലത്ത് ഇടിഞ്ഞു പോയതാണ്. ഈ ഭാഗം കുഴപ്പമില്ല. ഈട്ടിത്തോപ്പ് ഞങ്ങളങ്ങനെ ടോപ്പ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇത് തേക്കുംകാനം എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് അങ്ങ് താഴെ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കാം. താഴത്തെ താഴ്വര എന്ന് പറയുന്നത് കുപ്പച്ചാമ്പടി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഉണ്ടോ? താഴെ മഴയുടെ താഴെ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് തേക്കുംകാനം ഗ്രാമം. നമ്മൾ എത്താറായി ഗൈസ്. അപ്പം എത്തി. ഗൈസ്, അപ്പം ഞങ്ങളൊന്ന് ഒരു ബൾബ് മേടിക്കാൻ പോയി. വീടിന് ആവശ്യമായിട്ടുള്ള ഒരു ബൾബ്. ഓക്കെ,
ഗൈസ് അങ്ങനെ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഗൈസ് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് ഞാൻ